നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ നമ്മൾ ഈ സയൻസ് പഠിച്ച് പല്ലി കൂറനൊക്കെ ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ള ഒരു തെറ്റായ ധാരണ എനിക്ക് ഓൾറെഡി ഉണ്ട്. മോഹൻലാലും മമ്മൂട്ടിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികത്തിന് താഴെ കാണുന്നത് CA എന്നാണ്. ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൊമേഴ്സ് എന്നല്ല, സയൻസ് എന്നല്ല, ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടിയാണെങ്കിലും ഈവൻ 10ാം ക്ലാസ് പഠിച്ച കുട്ടിയാണെങ്കിലും TV തുറന്നാൽ CA കാണും. അപ്പോൾ ഒരു മിനിമം ഒരു കോഴ്സിലേക്ക് വരുന്ന സമയത്ത് അഡ്വർടൈസ്മെൻറ്റ് നോക്കിയിട്ട് വരാണ്ട് എന്താണ് ആ കോഴ്സിലുള്ള കണ്ടന്റ് എന്നുള്ളത് നോക്കിയിട്ട് വരുന്നതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നത്. കൊമേഴ്സ് പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടർന്നേ കൊണ്ടേയിരിക്കുകയാണ്. ICMSൻ്റെ എക്സ്പേർട്ട് ടോക്കും തുടരുകയാണ്. ഇന്നത്തെ എക്സ്പേർട്ട് ടോക്കിൽ നമ്മോടൊപ്പം ഉള്ളത് കഴിഞ്ഞ 7 വർഷത്തോളമായിട്ട് കൊമേഴ്സ് പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന റാഷിദ് സാറാണ്. റാഷിദ് സാർ, ICMSൻ്റെ ഈ ഒരു എക്സ്പേർട്ട് ടോക്കിലേക്ക് താങ്കൾക്ക് സ്വാഗതം. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അറിയേണ്ടത്, അതല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് അറിയേണ്ടത്, എല്ലാവരുടെ നിന്നും പലതും കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ സാറിൽ നിന്നും കേൾക്കേണ്ടത് എന്തുകൊണ്ടാണ് CA, CMA, CS, ACCA കോഴ്സുകൾക്ക് ഇപ്പോൾ കാണുന്ന ഒരു പ്രത്യേക തരം ഒരു ഊന്നൽ എന്തുകൊണ്ടാണ് ആ ഒരു കോഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സാറിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? മുമ്പത്തെ കാലത്തെ അപേക്ഷിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് നല്ല രീതിയിൽ ടെക്നോളജി നല്ല ഐഡിയ വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ അറിവിൽ. റിസോഴ്സുകൾ നല്ല രീതിയിൽ കുട്ടികളുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതിന് പ്രത്യേകിച്ച് നമുക്ക് ഈ കൊറോണയ്ക്ക് ശേഷമുള്ള പീരീഡും അതിന് മുമ്പുള്ള പീരീഡും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു കാലം കുട്ടികൾക്ക് പോലും ആലോചിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ CA, CMA ഫീൽഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഏത് കുട്ടിക്കും ഇപ്പോൾ കൊമേഴ്സ് മേഖലയിൽ പഠിക്കുന്നൊരു കുട്ടിയെന്നല്ല, അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഇപ്പോൾ +1 ഞാൻ ക്ലാസ് എടുത്ത കുട്ടികളുമായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് +1 കുട്ടികൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ അവരോട് ചോദിച്ചു CA, CMA കുറിച്ചൊക്കെ അറിയാമെന്ന് ചോദിച്ചു. അവർ അതല്ല എന്നോട് പറഞ്ഞത്. CAക്ക് ഫൗണ്ടേഷൻ ഉണ്ട്, CAക്ക് ഇന്റർമീഡിയറ്റ് ഉണ്ട്, CAക്ക് ഫൈനൽ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത്രയും +1 കുട്ടികൾ. അപ്പോൾ ഞാൻ എൻ്റെ +1 ബാക്കിലേക്ക് പോണ സമയത്ത്, ഞാൻ +1 പഠിക്കുന്ന സമയത്ത് ആക്ച്വലി +1 ഞാൻ വന്ന സമയത്ത് കൊമേഴ്സ് എന്താണെന്ന് പോലും എനിക്കറിയില്ല. അതിൻ്റെ പിന്നിൽ വലിയൊരു സ്റ്റോറി ഉണ്ട്, ഞാൻ പിന്നീട് പറയാം. അപ്പോൾ +1 ഞാൻ വന്ന സമയത്ത് കൊമേഴ്സിൻ്റെ അർത്ഥം എനിക്കറിയില്ല. അപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ വന്ന് ചോദിക്കുകയാണ് എന്താണ് കൊമേഴ്സ് എന്ന് ചോദിച്ച സമയത്ത് അന്നാണ് ഞാൻ പഠിക്കുന്നത് കൊമേഴ്സിൻ്റെ അർത്ഥം വാണിജ്യമാണ്. പക്ഷെ അന്നത്തെ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ടീച്ചേഴ്സും നമ്മളോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, CA ഉണ്ട്, CMA ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. നമുക്കതിനെക്കുറിച്ച് അറിവില്ല. അപ്പോൾ നമുക്ക് +2 കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൊമേഴ്സ് എന്നല്ല, സയൻസ് എന്നല്ല, ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടിയാണെങ്കിലും ഈവൻ 10ാം ക്ലാസ് പഠിച്ച കുട്ടിയാണെങ്കിലും TV തുറന്നാൽ CA കാണും. ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടിനൊന്നും അറിയാത്തവരുണ്ടാവില്ലല്ലോ. മോഹൻലാലും മമ്മൂട്ടിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികത്തിന് താഴെ കാണുന്നത് CA, എന്നാണ്. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനതിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഈ സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് CA, CMA, ACCA പോലുള്ള കോഴ്സുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എത്രത്തോളം കുട്ടികൾ ആ ഒരു രീതിയിലേക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. അതിനൊരു കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കുട്ടി ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ കോഴ്സിൽ എന്തൊക്കെ സബ്ജക്റ്റ് ഉണ്ട് എന്നുള്ളത് ഒന്ന് മിനിമം അറിഞ്ഞിരിക്കണം. മമ്മൂട്ടിയാണത് പറയുന്നത് വെച്ചിട്ട് ആ കോഴ്സ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കിട്ടാൻ പോലില്ല. പിന്നെ അഥവാ ഞാൻ ആ കോഴ്സിലേക്ക് ആ കുട്ടി എത്തി എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടി ആ കോഴ്സിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എനിക്കിഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഇതാണെന്ന് മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ സബ്ജക്റ്റ് പഠിച്ച കുട്ടി പാസ്സായി തന്നെ വിചാരിക്കുക. പിന്നീട് ആ സബ്ജക്റ്റ് എങ്ങനെ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യണം, ഒരു ഇഷ്ടമില്ലാത്ത മേഖലയിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോൾ ഒരു മിനിമം ഒരു കോഴ്സിലേക്ക് വരുന്ന സമയത്ത് അഡ്വർടൈസ്മെൻറ്റ് നോക്കിയിട്ട് വരാണ്ട് എന്താണ് ആ കോഴ്സിലുള്ള കണ്ടന്റ് എന്നുള്ളത് നോക്കിയിട്ട് വരുന്നതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നത്. അതിൽ കുട്ടികൾ കുറേ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലോക്കായി പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ സാറിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഒന്ന് ഡിജിറ്റൽ ആക്സസ് കുട്ടികളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒന്ന്. 2, അത്രമാത്രം തന്നെ ഈ ഒരു ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റും വ്യാപകമായതുകൊണ്ടാണ് കോഴ്സിന് കൂടുതൽ പോപ്പുലാരിറ്റി വന്നിട്ടുള്ളത്. അതെ, അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് കിട്ടിയിട്ടുള്ളത് ഇത്തരം മീഡിയാസിലൂടെ തന്നെയാണ്. ഓക്കെ, ഡെഫിനറ്റ്ലി റൈറ്റ് വ്യൂ. ഞാൻ സാറിലേക്ക് കൂടുതൽ വന്നാൽ, ഇപ്പോൾ നമ്മുടെ ഒരു പഠനകാലം, ആ ഒരു പഠനകാലവും പിന്നെ ഇതിലേക്ക് CMAയിലേക്കും ഈ പ്രൊഫഷണൽ മേഖലയിലേക്കും കടന്നു വന്ന ഒരു ഹഡിൽസ്, അതിനെക്കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ. ഞാൻ +2 കഴിയുന്നത് 2015. 2015 അതിന് മുന്നത്തെ ഒരു സ്റ്റോറി പറയാം. ഞാൻ 10ാം ക്ലാസ്സിൽ പാസ്സായ സമയത്ത് എനിക്ക് സയൻസ് വിഷയങ്ങളിലൊക്കെ A+,
എനിക്ക് മാർക്ക് കുറവുള്ള 2 വിഷയം ഞാൻ എല്ലാവരോടും പറയുമ്പോൾ എല്ലാവരും അതിൽ മാർക്ക് കുറവെന്ന് ചോദിക്കാറുണ്ട്. ഒന്ന് മലയാള സെക്കൻഡും ഒന്ന് ഹിന്ദിയാണ്. ബാക്കി സബ്ജക്റ്റിലാണ് എനിക്ക് മാർക്ക് ഉള്ളത്. ലാംഗ്വേജിൽ മാർക്ക് കുറവായിരുന്നു, B+ ആയിരുന്നു. ബാക്കിയുള്ളതൊക്കെ A+. അങ്ങനെ ഞാൻ എൻ്റെ ഒരാളാപ്പാൻ്റെ മോന് അവൻ പഠിക്കുന്നിടത്ത് പോകാന്നുള്ളൊരു സിസ്റ്റം ഉണ്ടല്ലോ. അങ്ങനെ അവൻ പഠിക്കുന്നിടത്ത് തന്നെ എനിക്ക് കിട്ടണം എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്ത് ചെയ്യാണ്, +1 ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊമേഴ്സ് ഫസ്റ്റ് കൊടുക്കുകയാണ്. കൊമേഴ്സ് ഞാൻ കൊടുക്കുന്നത് കിട്ടാൻ വേണ്ടിയിട്ട് കൊമേഴ്സ് ഫസ്റ്റ് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ കൊടുത്തത് പാണക്കാട് സ്കൂളാണ് ഞാൻ +2 പഠിച്ചത്, അവിടെ തന്നെ കൊടുത്തത്. പക്ഷേ സയൻസ് എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളതിനൊരു കാരണം, ഞാൻ അവിടെ എത്തിയിട്ട് അതായത് സ്കൂളിൽ ജോയിൻ ചെയ്ത സമയത്ത് എന്നോട് അവിടുത്തെ പ്രിൻസിപ്പാൾ ചോദിക്കുകയാണ്, സയൻസിലേക്ക് സീറ്റ് തന്നൂടെ, സയൻസിൽ മാർക്ക് ഉണ്ടല്ലോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫാദർ പുറത്തുണ്ട്, പ്രിൻസിപ്പാളിൻ്റെ മുമ്പിൽ ഞാനുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ സയൻസ് വേണ്ട. ഞാൻ തുറന്നടിച്ച് പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഉള്ളിലൊരു കാരണമുണ്ട് സയൻസ് വേണ്ടാത്തതിന്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ നമ്മൾ സയൻസ് പഠിച്ച് പല്ലി കൂറനൊക്കെ ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ള ഒരു തെറ്റായ ധാരണ എനിക്ക് ഓൾറെഡി ഉണ്ട്. ആ ഒരു ധാരണയിലാണ് ഞാൻ എന്ത് ചെയ്യണത്, സയൻസ് വേണ്ട തീരുമാനം. അങ്ങനത്തെ ഒരു പ്രേതവാദം അവിടെ ഉണ്ടായിരുന്നു. അത് നമുക്ക് മുമ്പ് ഇൻജെക്ട് ചെയ്താണ് നമ്മുടെ മൈൻഡിൽ. സോ അതായത് ഞങ്ങൾ ഇതാണ് പഠിക്കണത്, പലരോടും നമ്മൾ കേൾക്കുമല്ലോ, ഫാമിലി നമ്മുടെ പല ഭാഗത്തും കേൾക്കുമല്ലോ, ഇതാണ് പഠിക്കണത്, ഇതിൽ പല്ലി ഓപ്പറേഷൻ ചെയ്യും, കൂറ ഓപ്പറേഷൻ ചെയ്യും. സോ ഇങ്ങനെ രീതിയിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കി ഇതിൽ ഇതൊന്നും ഇല്ല എന്നുള്ളത്. സോ കാര്യമായിട്ട് അത്ര ഇത് ഞാൻ സയൻസ് കുട്ടികളൊക്കെ നമ്മൾ ഡീൽ ചെയ്യാറുണ്ടല്ലോ, കുട്ടികളുടെ ക്ലാസ്സിൽ സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെ കൊമേഴ്സ് എടുത്തു. അപ്പോൾ ഞാൻ കൊമേഴ്സ് എടുത്ത സമയത്ത് എൻ്റെ മൈൻഡിൽ മാത്സിനോട് ഭയങ്കര ഇഷ്ടമുണ്ട്. അതിൽ വേറെ കോമഡി ഉണ്ട്. അങ്ങനെ കൊമേഴ്സ് എടുത്ത സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്ലാസ്സിൽ ഫാക്കൽറ്റി ടീച്ചർ ചോദിച്ചു വാട്ട് ഈസ് കൊമേഴ്സ്. അന്നാണ് ഞാൻ വാണിജ്യം എന്ന അർത്ഥം ഞാൻ പഠിക്കണത്. പക്ഷെ ഞാൻ വിചാരിച്ച മാത്സ് അവിടെ ഇല്ല. ഞാൻ വിചാരിച്ച മാത്സ് ഈ സമചതുരം, ത്രികോണം എന്നുള്ള മാത്സ് ആണ്. അത് ഉള്ളത് സയൻസ് തന്നെയാണ്. പക്ഷെ അത് സയൻസിൽ മാത്സ് ആണെന്നുള്ള നോളജ് എനിക്കില്ല. അങ്ങനെ നോളജിന് നല്ല കുറവുണ്ട്. പിന്നെ ഞാൻ CMA വരുന്നതിന് മുമ്പ് +1 ഞാൻ പഠിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ +2 കുറച്ച് കുഴപ്പി, അതുകൊണ്ട് മാർക്കിലല്ല കുറവുണ്ട്. സോ അങ്ങനെ ഞാൻ +2 കഴിയുന്ന സമയത്ത് എനിക്ക് അക്കൗണ്ടൻസിയിൽ കാര്യമായിട്ട് കുറച്ച് വലിയ ഓർമ്മകളൊന്നുമില്ല. അക്കൗണ്ടൻസിൻ്റെ ഡെഫിനിഷൻ ഞാൻ കാണാണ്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ സാർ എന്തെങ്കിലും ചോദിക്കും, എന്താണ് വാട്ട് ഈസ് അക്കൗണ്ടിങ് ചോദിച്ചാൽ ഉടനെ എണീറ്റിട്ട് ആൻസർ പറഞ്ഞാൽ ഇരുത്തുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഇസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്. പക്ഷേ അക്കൗണ്ടിങ് ഇപ്പം ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സബ്ജക്ട് ഞാനിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി അക്കൗണ്ടിങ് പിന്നെ സബ്സ്ക്രിപ്ഷൻ്റെ കാൽക്കുലേഷൻ അറിയാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ഓർമ്മയിൽ ഞാൻ +2 പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ് ഒക്കെ പഠിച്ചിരിക്കണം എന്നുള്ളതിനെ കറക്റ്റ് എനിക്ക് തന്നെ അറിയില്ല. സംഭവങ്ങളാണ് കറക്റ്റ് ഞാൻ ഓർക്കണില്ല അത്. പക്ഷേ ഞാൻ ഈ പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ് ആയാലും ഇതായതൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ICMS വന്ന മാറ്റമാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ICMS വരുന്ന സമയത്ത് ഞാൻ നേരെ 2016 തന്നെ ICMS ജോയിൻ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ കാരണം ഈ എളാപ്പനോൻ തന്നെയാണ്. ഓനിവിടെ ICMS ഉണ്ട്. അപ്പോൾ ഞാൻ ഈ +2 കഴിഞ്ഞിട്ട് നേരെ പോയി എന്താവണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മൾ ടോക്ക് ഉണ്ടായിട്ട്. അപ്പോൾ അവൻ എന്നോട് ചോദിക്കുകയാണ് എന്താണ്, ഞാൻ BBA കഴിഞ്ഞ് MBA ഒക്കെ പോകണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. എനിക്ക് CMA കുറിച്ചൊന്നും അറിയില്ല. അവൻ അവിടെ നിന്നിട്ട് അതിനുള്ള കഴിവുണ്ട് കേട്ടോ, ഒരാളോട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് എടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. നമ്മൾ ICMS സ്റ്റുഡൻറ്റ് തന്നെയാണ്. സോ അവൻ അവിടെ നിന്ന് പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഓളം സംസാരിച്ചു എന്നോട്, എന്നാൽ ഞാനും CMA. അങ്ങനെയാണ് തീരുമാനിച്ചത്. അങ്ങനെ ഞാൻ CMA വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ എത്തിയതിൻ്റെ ശേഷമുള്ള ഒരു വലിയ മാറ്റമാണ് ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ അതിൽ കുറേ ഇമ്പാക്റ്റ് ഉണ്ട്, കുറേ ആളുകൾക്ക് അതിൽ റോളുണ്ട് എന്നെ ഈ രീതിയിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ ഈ രീതിയിൽ അവിടെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് ICMS കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ്. ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ ഒരു പ്രൊഫഷണൽ ഇതിലേക്ക് എത്തിയത്. നൗ അങ്ങനെ ഇപ്പോൾ ഉള്ളത് ഒരു അധ്യാപന മേഖലയിലും കൂടെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൽ നിന്നും കൂടെ ഒന്ന് കേൾക്കാം. ഒരു അധ്യാപകൻ എന്നുള്ളതിലേക്ക് ഇപ്പോഴത്തെ വിദ്യാർത്ഥികളെ കാണുന്നതും ഒരു കുറച്ച് മുമ്പത്തെ നിങ്ങളിപ്പോൾ ആ പറഞ്ഞൊരു ഘട്ടമുണ്ട്. ഇപ്പോഴത്തെ വിദ്യാർത്ഥികളുടെ എന്താണ് ഇതിനൊക്കെ ഒരു മാറ്റങ്ങളുള്ളത്, അല്ലെങ്കിൽ ഈ കോഴ്സ് എടുക്കുന്ന വിദ്യാർത്ഥികളോട് എന്ത് പറയാനുണ്ട്? ഇനി പുതിയതായിട്ട് ഒരു കുട്ടി ഇങ്ങോട്ട് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയോട് എന്ത് അഡ്വൈസാണ് കൊടുക്കാന്നുള്ളത്. അതായത് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ നേരത്തെ തുടങ്ങി വെച്ച പോലെ തന്നെ ഇന്ന് നല്ല രീതിയിൽ പോപ്പുലറാണ് CMA ACCA പോലുള്ള. കാരണം കുട്ടികൾ പല ഭാഗത്തും അതിൻ്റെ പോസ്റ്ററായിട്ടും മറ്റായിട്ടും അത് TV അഡ്വർടൈസ്മെൻ്റ് ആയിട്ടും പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളായിട്ടും അത് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു സാധനം സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ അതിൻ്റെ കണ്ടന്റ് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കതിൽ പാഷൻ ഉണ്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ CMAയിലേക്കൊക്കെ വരികയാണെങ്കിൽ പ്രത്യേകിച്ച് അക്കൗണ്ട്സിൽ താല്പര്യമുള്ള കുട്ടിയായിരിക്കണം. കൊമേഴ്സ് ഫീൽഡിൽ പ്രത്യേകിച്ച് താല്പര്യം, ബിസിനസ് ഫീൽഡ്, കൊമേഴ്സ് ഫീൽഡ്, അത്തരം ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയാണ് ശരിക്കും ഇതിലേക്ക് വരേണ്ടത്. കാരണം എന്താ വെച്ചാൽ, അപ്പോൾ നമ്മളിത് നമ്മൾ പഠിച്ച ജേണി കംപ്ലീറ്റ് ചെയ്തു. ആ കംപ്ലീറ്റ് ചെയ്തൊരു 4 വർഷം കൊണ്ട് നമ്മൾ CA-കാരനായി അല്ലെങ്കിൽ CMA-കാരനായി അല്ലെങ്കിൽ ACCA കംപ്ലീറ്റ് ചെയ്തു. എന്താണെങ്കിലും അതിന് ശേഷം നമുക്ക് പോകുന്നത് ഈ ഫീൽഡിലേക്ക് തന്നെയാണ്. അപ്പോൾ ആ ഫീൽഡിൽ നമുക്കൊരു പാഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ നമ്മുടെ അവസാനം വരെ എന്ത് ചെയ്യണം,
ഈ മടുപ്പോട് കൂടി ജോലി ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പാഷൻ കണ്ടെത്തിയിട്ട് ആ പാഷനോട് കൂടിയുള്ള ജോലി എനിക്ക് ഈ ഫീൽഡിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് മേഖലകളുണ്ട്. ഇപ്പോൾ ടീച്ചിങ്, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ അക്കൗണ്ട്സ് ഫീൽഡിൽ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. ഞാൻ ആക്ച്വലി ഒരു 7 മാസം ട്രെയിനിങ്ങിന് പോയ സമയത്ത് എനിക്കത് ആക്ച്വലി ബോറിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ ടീച്ചിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലരോടും പലപ്പോഴും സംസാരിക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ രാത്രി 12 മണി വരെ ക്ലാസ് എടുക്കും, എനിക്ക് പ്രശ്നമില്ല, കാണുന്നുണ്ട്, എനിക്ക് അത് ബോറടിക്കില്ല പരിപാടി. അപ്പോൾ ഞാനത് എത്ര സമയം വേണമെങ്കിലും ക്ലാസ് എടുക്കും, അതിലൊന്നും എനിക്ക് പ്രശ്നങ്ങളൊന്നും നോർമലി ഫീൽ ചെയ്യില്ല. അത് ഒരു ബോറടിക്കുന്ന പരിപാടിയല്ല. അതിപ്പോൾ എങ്ങനെ നമുക്ക് ടീച്ചിങ്ങും അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ആണല്ലേ, ഒരു പാർട്ടാണ് അത്. അതെ, ടീച്ചിങ്ങിൻ്റെ പാർട്ടാണ്. ഇപ്പോൾ നമുക്ക് CA എടുത്ത് CMA എടുത്ത് ടീച്ചിങ് ഫീൽഡിലേക്ക് വരാം. അപ്പോൾ ടീച്ചിങ് ഫീൽഡിൽ മറ്റൊരാളോട് സംസാരിക്കണം എന്നുള്ള താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ആ ഫീൽഡിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ഒരു പറയുകയാണെങ്കിൽ നമ്മളൊരു സാറുണ്ട്. ഈ സാറ് എന്നെ പഠിപ്പിക്കാൻ അസാപ്പ് എന്ന് പറയുന്നൊരു കോഴ്സുണ്ട് +2 കഴിഞ്ഞിട്ട്. അപ്പോൾ +2 സമയത്ത് അപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടി വന്ന സാറാണ്. ആളൊന്ന് വലിയ മോട്ടിവേഷൻ ട്രെയിനറാണ്. ആൾ ഈ ഫീൽഡിലേക്ക് അസാപ്പിലൊക്കെ ട്രെയിനിങ്ങിന് കൊടുക്കാൻ വേണ്ടി ഒരാൾ റീസൺ എന്താ ചോദിച്ചപ്പോൾ ആ സാറ് ബിടെക് കഴിഞ്ഞ ആളാണ്, പെരിന്തൽമണ്ണയുള്ള ആളാണ്, ബിടെക് കഴിഞ്ഞ ആളാണ്. ബിടെക് കഴിഞ്ഞിട്ട് ആൾക്കൊരു കമ്പ്യൂട്ടറിൻ്റെമായി ബന്ധപ്പെട്ട വർക്കാണ്, ഇരുന്ന് വർക്ക് ചെയ്യണം. അപ്പോൾ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് CCTV ഉണ്ട്, ക്യാമറ ഉണ്ട്. അപ്പോൾ ക്യാമറയിൽ നോട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ സംസാരിക്കണം ഇയാൾക്ക് എപ്പോഴും, സാറിന് എപ്പോഴും ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ അപ്പുറത്തൊരാളോട് സംസാരിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. പക്ഷെ ആ ജോലി ഭയങ്കര മടുപ്പാണ്, അങ്ങനത്തെ ഒരു പാഷനേ ഇല്ല. പക്ഷെ പഠിച്ചത് ബിടെക്കാണ്. പിന്നീടാണ് മനസ്സിലായത് എൻ്റെ പാഷൻ ഇതല്ലാന്ന്. ആളെ ജോബ് നിർത്തി ടീച്ചിങ്ങിലേക്ക് വരുന്നു. പക്ഷെ വലിയൊരു ഏണിങ്സും കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് ഇപ്പോൾ ആള് സ്വന്തമായിട്ട് എന്ത് ചെയ്യാണ്, ട്രെയിനിങ്ങും ബാക്കിയുള്ള ഇതുപോലുള്ള ബിടെക്കൊക്കെ പഠിച്ച് വരുന്ന എംപ്ലോയീസിന് മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് മാറുകയാണ്. അത് പാഷനായിട്ട് കൊണ്ടു നടക്കുകയാണ്. എല്ലാത്തിലും ടീച്ചിങ് അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെ ഉണ്ട്, എല്ലാത്തിൻ്റെ ഒരു സൈഡിലുണ്ട് അല്ലേ. ഏത് ഫീൽഡ് എടുക്കുകയാണെങ്കിലും അത് പഠിപ്പിക്കണമല്ലോ ഒരാൾ. അതെ അതെ. അപ്പം അങ്ങനെ പാഷനുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി ആ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞു. അത് നമ്മുടെ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ രക്ഷിതാക്കൾ. ഓക്കെ, ഇത്തരം കോഴ്സുകൾ സ്വീകരിക്കുന്ന കുട്ടികളുടെ പുറകിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാക്കുന്നത് രക്ഷിതാക്കളാണ്. സത്യത്തിൽ അവർ ജീവിക്കുന്നത് പോലും മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അവരെ സ്വപ്നങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് അവർ നെയ്തെടുക്കുന്ന ബാക്കിയുള്ള ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ആളുകൾ, രക്ഷിതാക്കൾ CA CMA CS ഇത്തരം കോഴ്സുകൾ ചൂസ് ചെയ്യുമ്പോൾ എന്താണ് അവർ മുകളിലേക്ക് എടുക്കേണ്ടത്? എവിടൊക്കെയാണ് വിദ്യാർത്ഥികൾ അവർ സപ്പോർട്ട് ചെയ്യേണ്ടത്? തോന്നുന്നു ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് തന്നെ തുടങ്ങാം. ഞാൻ +2 കഴിഞ്ഞ് CMAക്ക് വന്ന് ഫൗണ്ടേഷൻ 246 മാർക്കിൽ ഞാൻ പാസ്സാവുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർമീഡിയറ്റ് ഒരു വർഷം എടുത്ത് പഠിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഫൗണ്ടേഷൻ പാസ്സായ ഒരു അഹങ്കാരം ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വർഷം എടുത്ത് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലാവുന്നു. പിന്നെ ആ ഫെയിലായ സമയത്ത് എൻ്റെ ഫാദർ കോൺടാക്ട് ചെയ്ത് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അത് അവർക്ക് അതിനെക്കുറിച്ച് ഒരു ഇതായിട്ടില്ല. പിന്നെ മനസ്സിലായി, ഇപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇപ്പോൾ എൻ്റെ അനിയനും, എൻ്റെ ഫാദർ തന്നെ പ്രൊമോട്ട് ചെയ്ത് എൻ്റെ അനിയനും ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്, അവിടെ ICMS തന്നെയാണ് പഠിച്ചത്. അപ്പോൾ അതിന് മനസ്സിലാക്കി എന്താ വെച്ചാൽ, നമ്മൾ ഇത് ഇത്രയും കാലം ഫെയിലാവാത്ത ഒരാൾ പെട്ടെന്ന് അങ്ങോട്ട് എന്തായി ഫെയിലായി എന്നുള്ളതാണ്. സോ അപ്പോൾ ഇന്ന് മനസ്സിലാക്കാനുള്ളതെന്ന് ചോദിച്ചാൽ, ഈ കോഴ്സിൻ്റെ ഒരു ഡെപ്തും ഈ കോഴ്സിൻ്റെ ഒരു ടഫ്നെസ്സും രക്ഷിതാക്കൾ കറക്റ്റ് എന്ത് ചെയ്യാണ്ടാണ് മനസ്സിലാക്കാനുണ്ട് എന്നുള്ളതാണ്. പിന്നെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന സപ്പോർട്ട് മാക്സിമം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കുട്ടികളുടെ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് രക്ഷിതാക്കളെ ഭാഗത്ത്. അണ്ടർസ്റ്റാൻഡിങ് ആണ് കാര്യമായിട്ട് വേണ്ടത്. ഒരു കുട്ടിയുടെ കോഴ്സിൻ്റെ കാര്യത്തിൽ അവർ പഠിക്കുന്നുണ്ടോ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കോഴ്സിൻ്റെ ഘടന എത്രത്തോളം അവർ മനസ്സിലാക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയുന്ന ഒരു കേസ്, എപ്പോൾ എല്ലാ പ്രാവശ്യവും റിസൾട്ട് വരുന്ന സമയത്ത് പാസ് പെർസെൻറ്റേജ് വളരെ കുറവാണ്. വളരെ രക്ഷിതാക്കൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. അതേപോലെ ഒരുപാട് അപ്പോൾ എന്ന് വെച്ച് എല്ലാ കുട്ടികളും ഇത് പാസ്സാവില്ല എന്നുള്ളതല്ല. നമ്മൾ പലപ്പോഴും നമ്മൾ ICMSൻ്റെ ഹിസ്റ്ററിനെ എടുത്ത് നോക്കിയാൽ കാണാം, പഠിക്കുന്ന എല്ലാ കുട്ടികളും എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് എല്ലാ കുട്ടികളും നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഇതിൽ ലക്കിൻ്റെ ഒരു ഫാക്ടർ ഉണ്ട്. പക്ഷെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട കുട്ടികളെല്ലാം പാസ്സായി നമ്മൾ കാണുന്നുണ്ട്. നല്ല രീതിയിൽ കഷ്ടപ്പെട്ട കുട്ടികളെല്ലാം പാസ്സായി കാണുന്നുണ്ട്. അപ്പോൾ അതിലൊരാളാവാൻ എല്ലാ കുട്ടിക്കും പറ്റും. പക്ഷെ ആ കുട്ടിയെ ആ ഒരാളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ നിന്നിട്ടുള്ള സപ്പോർട്ട് അത് കംപ്ലീറ്റ് ആവുന്നത് വരെ കുട്ടികൾ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ 2 ടേം മുമ്പ് റിസൾട്ട് വന്നപ്പോൾ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഫെയിലായി, അപ്പോൾ ഇങ്ങനെ കല്യാണം നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പഠിക്കേണ്ട എന്നുള്ള രീതിയിൽ, അതായത് കല്യാണം നോക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എഴുതിയിട്ട് എന്താണെന്നുള്ള രീതിയിൽ അവരുടെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അതായത് പാരൻസിൻ്റെ ടെൻഷൻ ഉണ്ടാവുമല്ലോ. അത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു 1-2 മിനിറ്റ് ഇരുന്നിട്ട് വോയിസ് അയച്ചു. ഞാൻ അവൾക്ക് വേണ്ടി അയച്ചതാണ്. ആ കുട്ടി ആ വോയിസ് പാരൻസിനെ കേൾപ്പിച്ചു. ഒന്ന് ഒരു വട്ടം കൂടെ എഴുതിക്കോ എന്ന് പറഞ്ഞു. ആ കുട്ടി പിന്നെ അടുത്ത ടേമിൽ എന്ത് ചെയ്തു, ക്ലിയറായി.
അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ടീച്ചിങ് ഫീൽഡിൽ വന്നപ്പോൾ അങ്ങനെ കുറേ സന്തോഷ മൊമെന്റ്സുകളുണ്ട്. അത് നിങ്ങൾ പറഞ്ഞു തരുന്ന അതേ റോള് പാരൻസിനും ചെയ്യാം അല്ലേ, അവർ ചെയ്യേണ്ട റോൾ തന്നെയാണ് അതൊക്കെ അല്ലേ. അതെ, ഒരു കുട്ടി ഫെയിലായിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം കൊണ്ട് എഴുതിയെടുക്കാന്ന് പറയുമ്പോൾ ഓക്കെ നീ എഴുതിക്കോ എന്ന് പറയുന്ന ഒരു സപ്പോർട്ടാണ് എല്ലാ കുട്ടിയും പ്രതീക്ഷിക്കുന്നത്. അത് പാരൻസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതായിരിക്കും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു അറ്റംപ്റ്റ് കൂടെ നീ എഴുതിക്കോ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിൽ അവരെ ഡെസ്പ് ആക്കാണ്ട് ഒന്നും കൂടെ സപ്പോർട്ട് കൊടുത്തിട്ട് നീ എഴുതിക്കോ നിനക്ക് അത് കിട്ടും എന്ന് പറയുന്ന ആ ഒറ്റ വാക്ക് മതി. പാരൻസിന്റെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് കിട്ടിയാൽ തന്നെ ആ കുട്ടി എന്താവും ഓട്ടോമാറ്റിക് പാസ്സാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ ഇനി അതിൻ്റെ മറ്റൊരു സൈഡിലേക്കും കൂടെ നമുക്ക് പോവാം. ഈ ഒരു കോഴ്സുകൾക്കൊക്കെ വരുന്നത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ പാരൻസ് അടക്കം ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ കുട്ടികൾ അറിഞ്ഞോ അറിയാതെയോ എടുത്തിട്ടൊക്കെ ആണെങ്കിൽ പോലും അവരും ഇതിലൂടെ കയറി വരുമ്പോൾ അതിൻ്റെയൊക്കെ ടഫ്നെസ് അവർ അനുഭവിക്കുന്നുണ്ട്. ഇതിൽ പ്രധാന പാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ്. വലിയൊരു റോള് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് സംവിധാനങ്ങളൊക്കെ ഒരു മെഷീനറി ഇതിനായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഭാഗത്ത് എന്തൊക്കെ ആവണം, എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, പ്രത്യേകിച്ച് ICMSൽ പഠിക്കുകയും അവിടെ തന്നെ അധ്യാപനം നടത്തുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്നും കൂടെ നോക്കി കാണുമ്പോൾ എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ റോള്? ICMSൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ തുടങ്ങാം. ഞാൻ ICMSൽ 2016 വരുന്ന സമയത്ത് അതിൻ്റെ മുമ്പിലെല്ലാം ഉണ്ടായിരുന്നത് നമ്മൾ എപ്പോഴും കാണുന്നത് അനസാറിനെയാണ്. ഞാൻ നേരിട്ട് കണ്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അനസാർ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ പല സമയത്തും ഫൗണ്ടേഷൻ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്, നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, റൌഫ്, ഫാരിസ്, അങ്ങനെ ഒരുപാട് പേരെടുത്ത് എല്ലാവരും പറയാൻ പറ്റില്ല, ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ അവരൊക്കെ അതിൽ സ്മരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നമ്മളെല്ലാവരും കൂടെ വൈകുന്നേരം പഠിക്കാൻ വേണ്ടി ഇരിക്കും. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അപ്പുറത്തെ കടയിൽ നിന്ന് നേന്ത്രപ്പഴം കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് രാത്രിയും കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരാൾക്ക് അവിടെ മേലെ നിൽക്കും. അപ്പോൾ പഠിക്കാന്നുള്ള മൈൻഡ് തന്നെയാണ്. അപ്പോൾ അനസാർ തരുന്ന സപ്പോർട്ട് നമുക്കവിടെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അനസാർ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ICMSന്റെ ഡയറക്ടറാണ്. സ്വാഭാവികമായിട്ട് അന്നും ICMSനെ സംബന്ധിച്ച് ICMSന്റെ ഡയറക്ടറാണ്. അപ്പോൾ അന്ന് എല്ലാ കാര്യങ്ങൾക്കും മുമ്പിലുണ്ടായിരുന്ന അനസാറാണ്. പക്ഷെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ICMSന്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും അതിൻ്റെ ഡെവലപ്മെൻറ്റ് കറക്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ 8 വർഷമായിട്ട് ICMSലുണ്ട്. 2016 മുതൽ 2025 വരെ ഉള്ള ഈ കാലഘട്ടത്തിൽ ICMSലുണ്ട്. അപ്പോൾ കറക്റ്റ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ ICMS എങ്ങനെയാണോ അതേപോലെ ആയിരിക്കണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ, ഞാൻ പുറത്തുകൂടി പോയി പഠിപ്പിച്ച ഒരാളല്ല, പക്ഷെ എനിക്കത് കൂടുതൽ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ ICMS നല്ല പ്രോപ്പറായിട്ട് അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള നിലക്കോ മറ്റു കാര്യങ്ങളൊന്നും നമ്മുടെ മൈൻഡിൽ ഒന്നും ഇല്ല. അപ്പോൾ ലൈക്ക് ഇതിൽ ആ ഒരു പെർസ്പെക്റ്റീവ് വരുമ്പോൾ ഇപ്പോൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ചെയ്യേണ്ട ഒരു റോളിൽ ഇപ്പോൾ അധ്യാപകരെ സംബന്ധിച്ചുള്ള അവർ പഠിപ്പിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷെ അതിനെ കുട്ടികളിൽ ഹാബിറ്റാക്കി മാറ്റുന്ന, ആ സ്റ്റഡിയുടെ സൈക്കിൾ കംപ്ലീറ്റ് ആക്കുന്നത്, ആ സ്റ്റഡിക്ക് ഒരു സ്ട്രക്ചർ കൊടുക്കുന്നത്, ഇതൊക്കെയല്ലേ റോള് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ റോള്. ആ ഒരു സൈഡിൽ ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് മെൻറ്റേഴ്സ് എന്നുള്ള ഒരു സിസ്റ്റമൊക്കെ എല്ലാവരും ഊന്നി പറയുന്നുണ്ട്. അതിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെ കാണുന്നത്? ഓക്കെ, മെൻറ്റേഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് മെൻറ്റേഴ്സ് എന്ന് പറയുന്ന സിസ്റ്റം ഇല്ല. ഫാക്കൽറ്റി അതുപോലെ ക്ലാസ് എടുക്കുന്നു, അത് കഴിഞ്ഞ് ഫാക്കൽറ്റി പോകുന്നു, ഫാക്കൽറ്റിയുടെ കൺവീനിയൻറ്റ് ടൈമിലുള്ള ഇപ്പോൾ ഇതൊക്കെ സിസ്റ്റമാറ്റിക് ആയി. 9 to 5 ക്ലാസ്, അത് കഴിഞ്ഞിട്ട് മോർണിംഗ് നമ്മൾ വരുന്ന സമയത്ത് അറ്റൻഡൻസ് എടുക്കാൻ മെൻറ്റേഴ്സ്, അത് കഴിഞ്ഞിട്ട് അവരുടെ കാര്യങ്ങൾ ചോദിക്കാൻ മെൻറ്റേഴ്സ്, നമ്മൾ വരുന്ന സമയത്ത് ക്ലാസ് റൂമിൽ ഒരു മെൻറ്റർ ഉണ്ടാവും. അവർ കുറേ കാര്യങ്ങൾ നമ്മൾ പുറത്തുനിന്ന് കേൾക്കുമല്ലോ, അല്ലെങ്കിൽ നമ്മളിത് അറിയുമല്ലോ, നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് തന്നെ മെൻറ്റേഴ്സ് വന്നിട്ട് പറയും കുറേ കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ ഭാഗത്ത് നിന്ന് ചോദിക്കും. അവിടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാൻ മെൻറ്റർ സിസ്റ്റം ഉണ്ട്. അത് കുട്ടികളെ നല്ല രീതിയിൽ അവർക്കൊരു സപ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് മനസ്സിലാക്കി. അതുപോലെ എക്സാമുകൾ കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ, എക്സാം പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെ ക്വസ്റ്റ്യൻസ് അടക്കം പ്രിപ്പയർ ചെയ്യുന്ന മെൻറ്റേഴ്സ്, ആ ഒരു മെൻറ്റർഷിപ്പ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് നെക്സ്റ്റ് ലെവൽ ഓഫ് ഡെവലപ്മെന്റിൽ വരുന്ന ഒരു പാർട്ടാണത് അല്ലെ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഭാഗത്ത് നിന്ന് മെൻറ്റർഷിപ്പ് എന്നുള്ളത്. ആദ്യം ഫാക്കൽറ്റി സ്റ്റുഡൻസ് എന്നുള്ള റിലേഷനിൽ മെൻറ്റർ സ്റ്റുഡൻസ് എന്നുള്ള റിലേഷൻസിലേക്ക് അത് മാറിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ മെൻറ്റർ സ്റ്റുഡൻസ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഇപ്പോൾ ഫാക്കൽറ്റി സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ 9 to 5 അവിടെ തീർന്നു. അത് കഴിഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട്, അതായത് നമുക്ക് പലപ്പോഴും കാണുന്നതാണ്, പല സ്റ്റാഫുകളും നമ്മുടെ ICMS തന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട്, ഇതൊരു ഫാക്കൽറ്റി ചെയ്യുന്ന ഒരു ഡ്യൂട്ടി മുമ്പ് ഉണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് വിളിക്കുന്നു, ഒരു കുട്ടിയോട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറയുന്നു, മോഡൽ എക്സാമിന് വരാൻ വേണ്ടി പറയുന്നു, നീ ഏതൊക്കെ പേപ്പർ പഠിച്ചു എന്ന് ചോദിക്കുന്നു. നമ്മൾ കേൾക്കുമല്ലോ, അത് ഏതൊക്കെ പേപ്പറാണ് നീ പഠിച്ചിട്ടുള്ളത്, നീ ഇപ്പോൾ എൻ്റെ പഠനം എവിടെ എത്തി, ഇങ്ങനെ രീതിയിൽ ഒരു കുട്ടിയെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ഏറ്റവും. അതിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്നത്തെ കാലത്ത് കുറേ രീതിയിൽ വിജയിക്കുന്നുണ്ട്, ഡെവലപ്പ് ആവുന്നുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് തന്നെയാണ് ഇത്രയും നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ആ ഒരു പെർസ്പെക്റ്റീവ് ആണ് എനിക്ക് തോന്നുന്നു റൈറ്റ്.
ശരിക്കും നമ്മൾ തുടങ്ങിയ ഒരു ചർച്ച ഉണ്ട് എന്തുകൊണ്ട് ഈ കോഴ്സുകൾക്ക് ഇത്ര ബൂം വന്നു എന്നുള്ളത്. അതിലിപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞു വെച്ച പാർട്ടും ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ റിയലായിട്ട് ഇതിനെ റിസൾട്ട് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതും കൂടെ. ഇനി നമുക്കതിൻ്റെ മറ്റൊരു വശത്ത് കൂടെ പോവാം. ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി സൈഡ്. ഒരു 10ാം ക്ലാസ്സുകാരൻ പോലും ഇപ്പോൾ CA കുറിച്ച്, അതായത് +1 കൂടി CA ആഗ്രഹിക്കുന്നു, 12 കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നു, ഡിഗ്രി കഴിഞ്ഞവനും ആഗ്രഹിക്കുന്നു ഈ ഒരു പ്രൊഫഷണൽ മേഖല. എന്തുകൊണ്ടായിരിക്കും ഇതിനൊരു അട്രാക്ഷൻ എന്നുള്ളത്? അതല്ലെങ്കിൽ അതിൻ്റെ ഒരു മറ്റൊരു പെർസ്പെക്റ്റീവ് എന്താണ് ഇതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ഏതൊക്കെ സൈഡുകളിലാണത്? ഒന്നാമത് കുട്ടികൾ അട്രാക്റ്റ് ആവാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കിയ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ട്രസ്റ്റ് നല്ലോണം കുട്ടികൾക്ക് കോഴ്സിലുണ്ട്. ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നാമത് അഡ്വർടൈസ്മെൻറ്റ് വഴി വരുന്ന ട്രസ്റ്റും കാര്യങ്ങളൊന്നും അല്ല. കാരണം കുറേ ആളുകൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിയാം ഇത് കോടികൾ എറിഞ്ഞാൽ കിട്ടുന്നൊരു കോഴ്സല്ല. അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നൊരു കോഴ്സാണ്. ഇനി ഏത് പാവപ്പെട്ടവനും പഠിച്ചാൽ കിട്ടുന്നൊരു കോഴ്സാണ്. അപ്പോൾ നമുക്ക് ഏതൊരാൾക്കും ഞാൻ പഠിക്കാൻ റെഡി ആണെങ്കിൽ എനിക്കിത് കിട്ടും എന്നുള്ളൊരു ട്രസ്റ്റോട് കൂടിയിട്ട് അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുറേ കുട്ടികൾ ഇതിൽ അട്രാക്റ്റഡ് ആവുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, പിന്നെ ഒരുപാട് സയൻസ് മേഖലയിൽ നിന്ന് കുട്ടികൾ ഇപ്പോൾ നമ്മൾ നീറ്റിലെ മറ്റും പ്രശ്നങ്ങളൊക്കെ കേട്ടതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് കൂടുതൽ ട്രസ്റ്റ് ഫീൽ ചെയ്യുന്നൊരു കോഴ്സായിട്ട് മാറുന്നുണ്ട്. കുറേ കുട്ടികൾ സയൻസ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ സയൻസിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല പെർഫോം ചെയ്യുന്ന കുട്ടികളും സയൻസാണ്. ഇപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പറയുകയാണ്, സയൻസ് പഠിച്ചൊരു കുട്ടിക്ക് കൊമേഴ്സ് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാലും പക്ഷെ ക്ലാസ് റൂമിൽ പലപ്പോഴും പല ക്ലാസ് റൂമിലും കണ്ടിട്ടുണ്ട്, നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. സബ്ജക്റ്റിന് മാർക്ക് വരുമ്പോൾ സയൻസ് പഠിച്ച കുട്ടിക്ക് അക്കൗണ്ടൻസിയിൽ മാർക്ക് ഉണ്ട്. ഞാൻ അക്കൗണ്ടൻസി ഫൗണ്ടേഷൻ എടുക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട്. മാർക്ക് വന്നിട്ടുണ്ട് 50 50 മാർക്ക് കിട്ടിയ കുട്ടികളെ സയൻസ് എന്ന് പറഞ്ഞ കുട്ടികളെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അവർ ഇവിടെ വന്നിട്ട് അക്കൗണ്ടൻസി പഠിച്ചിട്ട് അത്രയും മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് +2 +1 പഠനം എന്നൊരു ബേസ് ഉള്ളതല്ല. അപ്പം ഞാൻ തന്നെ പറഞ്ഞില്ല, ഞാൻ +1 +2 പഠിക്കുന്ന സമയത്ത് അക്കൗണ്ടൻസിയിൽ എത്ര നോളജിന് എനിക്കറിയാം. ഞാൻ CMA വന്നതിന് ശേഷം അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റ് അവിടുന്ന് കാര്യമായിട്ട് പഠിച്ചു. ചെറിയ ബേസ് ഉണ്ട്. ആ അക്കൗണ്ടൻസി ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി അപ്പോൾ ഏത് ഫീൽഡ് എന്നുള്ളതല്ല, ഇപ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഏതൊരാൾക്കും പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഒരുപാട് ഇപ്പോൾ സാർ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ചോദിച്ചു. ഒരുപാട് മേഖലയിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ബിസിനസ്സുകൾ വളരെയാണ്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ അക്കൗണ്ടൻറ്റ് വേണം. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും മേഖല, ഏത് മേഖല എടുക്കുക അവിടെ അക്കൗണ്ടൻറ്റ് വേണം. പക്ഷേ എല്ലാ ബിസിനസ്സിലും കൊണ്ടുപോയി ഡോക്ടർ ആക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എല്ലാം ബിസിനസ്സാണ്. ഡോക്ടർ ആണെന്നുണ്ടെങ്കിലും എല്ലാം എന്താണ്, ബിസിനസ്സാണ്. ഈ ബിസിനസ്സിലൊക്കെ എന്ത് വേണം, അക്കൗണ്ടന്റ് വേണം. അപ്പോൾ അതുകൊണ്ട് സ്കോപ്പ് ഭയങ്കര വൈഡാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ അതിന്റെ പാസ് പെർസെൻറ്റേജ് വളരെ കുറവ് എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. കാരണം ഡിമാൻഡ് കൂടുതൽ. സ്വാഭാവികമായിട്ട് നമ്മൾ എക്കണോമിക്സിലൊക്കെ പഠിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അതായത് ഒരു സാധനത്തിന് ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ കാര്യങ്ങളുണ്ടല്ലോ. സപ്ലൈ കുറവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അവിടെ ഡിമാൻഡ്, കാരണം അവൈലബിലിറ്റി ഇല്ല, ആവശ്യക്കാർ കുറേ ഉണ്ട്. ഒരുപാട് ബിസിനസ്സുകളുണ്ട്, ഇവർക്കൊരു അവൈലബിലിറ്റി ഉള്ള ഒരു CA-ക്കാരനെ CMA-ക്കാരനെ കിട്ടാനില്ല. അപ്പൊ കിട്ടുന്നവർക്ക് കൂടുതൽ വാല്യൂ കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവൻ വേറൊരിടത്തേയും പോകും. അപ്പൊ അതുകൊണ്ട് അതിന് കൂടുതൽ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് കുറെ കുട്ടികൾ ഇതിൽ അട്രാക്റ്റഡ് ആവുന്നുണ്ട്. അതാണ് ഇതിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഈ ഒരു കോഴ്സിന് നമുക്ക് അവസാനിപ്പിക്കേണ്ടതും കൂടെ ഉണ്ട്. നമുക്ക് ഇനിയും വരുന്ന ക്വറീസൊക്കെ നമുക്ക് വീണ്ടും ആൻസർ ചെയ്യാം. ഇതിൻ്റെ ഒരു കോഴ്സിൻ്റെ വേറൊരു ബ്യൂട്ടി സൈഡാണ് ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത്. ഫൗണ്ടേഷൻ ജയിച്ചു, ഇന്റർ രജിസ്റ്റർ ചെയ്തു, ഇന്റർ ചെയ്യിച്ചു, ഇമ്മീഡിയറ്റ്ലി തന്നെ ഫൈനൽ ചെയ്തോളന്നില്ല. ട്രെയിനിങ്ങിന് പോകാം, അല്ലെങ്കിൽ ലൈഫ് ഇപ്പോൾ പെൺകുട്ടികൾ എന്ന് പറയാൻ കാരണം സ്വാഭാവികമാണ്, ജീവിതത്തിലെ ഒരു ഘട്ടമാണ് വിവാഹം പോലത്തെ. ആൺകുട്ടികൾക്കും ഉണ്ട്, പക്ഷേ കേരള സാഹചര്യത്തിൽ പെൺകുട്ടികൾ കൂടുതൽ ബേർഡൻ എടുക്കുന്നുണ്ട് അവിടെ. എന്ത് തന്നെയാലും മെൻ്റൽ ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒക്കെ മാറ്റങ്ങൾ വരട്ടെ. ഞാനാ പറയുന്നത് അവിടെയൊക്കെ ആണെങ്കിൽ പോലും ഫ്ലെക്സിബിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സും കൂടെ അല്ലേ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സ് എന്നുള്ളത്? ഡെഫിനറ്റ്ലി. CA എന്ന് പറയുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്ര ഏജിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ഒരു റൂൾസ് ഇല്ല. അവനിപ്പോൾ ഇനി വീട്ടിലിരുന്ന് പഠിക്കണമെങ്കിൽ പഠിക്കാം, അതേപോലെ അക്കാഡമിയിൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കണമെങ്കിൽ പഠിക്കാം. പക്ഷെ ഞാൻ എൻ്റെ പേഴ്സണലി ഒരു കുട്ടിയോട് പറയാമെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു കോഴ്സ് CA CMA പോലുള്ള കോഴ്സ് പഠിക്കുന്ന സമയത്ത് അത് സെൽഫ് സ്റ്റഡി നടത്തുന്നതിലേറെ നല്ലത് കോച്ചിങ് സെൻറ്ററിൽ ഒന്ന് പഠിക്കുന്നതന്നെയാണ്. കാരണം നമുക്ക് പലപ്പോഴും പല സബ്ജക്റ്റുകളും അത് പറയുന്ന സമയത്ത് അതിന് വേറൊരു വ്യൂവും കൂടെ ഉണ്ട് അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ മുമ്പ് ക്ലാസ്സുകൾ എടുത്തു കൊടുത്തിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ ഭാഗത്തുനിന്ന് ആ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് കിട്ടിയാൽ മാത്രമേ നമുക്കത് പഠിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പോയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എഴുതുന്നത് തെറ്റായിരിക്കാം.
അതെ 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 അത് പല ഭാഗത്തും നമ്മുടെ തിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മെറ്റീരിയൽസിലും മറ്റും ചില മിസ്റ്റേക്കുകളൊക്കെ ആയിട്ട് തിരുത്തപ്പെടേണ്ട ഒരു സത്യമാണത്. സോ അത് തിരുത്തപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചലഞ്ചാണ്. അപ്പോൾ ഇത് ഫ്ലെക്സിബിൾ ആണെന്നുള്ളതിന് പുറമെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ കോച്ചിങ് കൂടെ എടുത്ത് പഠിക്കുന്നതാണ് നല്ലത്. പിന്നെ എവിടെ നിന്നും പഠിക്കാം. അറ്റൻഡൻസ് എന്നുള്ളൊരു സാധനം ഇതിൽ ആക്ച്വലി നമുക്ക് സ്കൂൾ സിസ്റ്റത്തെ പോലെ നമുക്കൊരു നിർബന്ധമുള്ളൊരു കാര്യമൊന്നുമല്ലല്ലോ. നമ്മളിപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുമ്പോൾ നമ്മുടെ കോഴ്സ് പഠിക്കുന്ന ഒരാൾ പാസ്സാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര അറ്റൻഡൻസ് വേണം, മസ്റ്റായിട്ട് ഇവിടെ വരണം എന്നുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റൂൾസ് റെഗുലേഷൻസ് പോളിസിയാണ്. ആ പോളിസിയാണ്, അത് ഫോളോ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നോർമലി നോക്കുകയാണെങ്കിൽ ഇതെന്താണ് ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് സാറ് പറഞ്ഞ പോലെ ഇത് എവിടെ നിന്നും ചെയ്യാം, ഓൺലൈനായിട്ട് ചെയ്യാം, ഓഫ്ലൈനായിട്ട് ചെയ്യാം, അവിടെ വന്ന് ചെയ്യാം. പക്ഷെ അതിന് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു വശമുണ്ട്. അതെ 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 അതെ. ഓക്കെ, ഏതായിരുന്നാലും ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു കുറഞ്ഞ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയതിൽ. ഇതുവരെ നമ്മോടൊപ്പം സമയം ചെലവഴിച്ചതിന് റാഷി സാറിന് ICMSൻ്റെ ഒരു എക്സ്പേർട്ട് ടോക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ എല്ലാവിധ നന്ദിയും കൃതജ്ഞതയും അറിയിക്കുകയാണ്. വീണ്ടും ജോയിൻ ചെയ്യണം. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സാർ.